ഹായ് ഓൾ. നമ്മൾ ലാസ്റ്റ് ഡേ GS1 കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. GS1 2 ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ GS2 2 ക്വസ്റ്റ്യൻസ് 2023 ക്വസ്റ്റ്യൻസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് എ പ്രീറിക്വസൈറ്റ് ഓഫ് ഡെമോക്രസി. കമന്റ്. എങ്ങനെയാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി that is protected by constitution can help in ensuring that there is proper democracy? അതാണ് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യേണ്ടത് ഈ ആൻസറിൽ. അതിനൊരു സിമ്പിൾ ഇൻട്രൊഡക്ഷൻ ആണ്. എല്ലാ കണ്ടന്റ് ഇപ്പൊ നമ്മൾ എന്താണ് എഴുതാൻ പോകുന്നത് അതിനകത്ത് എല്ലാ കണ്ടന്റും നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു എന്താ പറയുക, ഇൻട്രോ, നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നു. ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് എ ഇംപാർഷ്യൽ ചെക്സ് ആൻഡ് ബാലൻസ് ടു ഡെമോക്രസി ആൻഡ് വെൻ ഇറ്റ് ഈസ് കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ലൈക്ക് ഇൻ ഇന്ത്യ there will be an added protection for strength to the democracy. അപ്പോൾ നമ്മൾ ജുഡീഷ്യറി ഹെൽപ്സ് ഇൻ ഇംപാർഷ്യൽ ഓഫ് ചെക്സ് ആൻഡ് ബാലൻസ് നമ്മൾ വാല്യൂഡേഷൻ പ്രൊവൈഡ് ചെയ്തു. അവിടെ തന്നെ ചെക്സ് ആൻഡ് ബാലൻസിന്റെ കാര്യം പറയുന്നു. അപ്പോൾ ഇന്ത്യയിൽ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രൊട്ടക്റ്റഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഇത് അഡീഷണൽ സ്ട്രെങ്ത് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്താണ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി പ്രൊവൈഡ് ചെയ്യുന്നത്, ഡെമോക്രസിയിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ അതുകൂടാണ്ട് നമ്മൾ ഇന്ത്യയുടെ കാര്യം പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അവസാനം ഇന്ത്യയുടെ കുറച്ച് കാര്യങ്ങളും പറയാം നമ്മുടെ ആൻസറിന് കുറച്ചുകൂടെ വാല്യൂ കൂട്ടാനായിട്ട്. അപ്പൊ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാം. കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആസ് പ്രീ റിക്വസൈറ്റ് ഫോർ ഡെമോക്രസി. ഇതിനെ നമ്മൾ കുറച്ച് സബ് പോയിന്റ്സ് ആയിട്ട് ഇൻക്രീസ് പ്രൊട്ടക്ഷൻ, ഹൗ ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഹെൽപ്പ് ഇൻ ഇൻക്രീസ് പ്രൊട്ടക്ഷൻ ഫോർ ഡെമോക്രസി. അതിന് നമ്മളൊരു എക്സാമ്പിൾ ആയിട്ട് അലഹബാദ് കോർട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. ഹൗ ദ ഹൈക്കോർട്ട് ഓഫ് അലഹബാദ് ഇൻ 1974 ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ആ സമയത്ത് എമർജൻസിയുടെ കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ആ പ്രശ്നത്തിന്റെ സ്ട്രഗിളിന്റെ, ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ കമ്മീഷനായിട്ടുള്ള സ്ട്രഗിൾസിന്റെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ എൻഷുറിംഗ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ. ഞാൻ പിന്നെ രണ്ടാമത്തെ പോയിന്റ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെമോക്രസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ മാത്രമല്ല, അതിനകത്ത് വേറെ കുറെ വാല്യൂസ് ഉണ്ട്. അപ്പൊ ആ വാല്യൂസ് നമ്മൾ എഴുതിയിട്ട് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത വാല്യൂ എന്താ, എൻഷുർ ജസ്റ്റിസ് ഫോർ ഓൾ. ഡെമോക്രസി മീൻസ് ഇൻക്ലൂഷൻ ഓഫ് ഓൾ ആൻഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ആറ്റ് ദി ഫ്ലേവർ. ഇതിനകത്ത് നമ്മൾ എക്സാമ്പിൾ കൊടുത്തു. സുപ്രീം കോർട്ട് ഡിസിഷൻ ഇൻ നവോദയ ചോഹർ കേസ് 2018 ടു ഡീക്രിമിനലൈസ് ഹോമോസെക്ഷുവാലിറ്റി. ആ 2018 കേസിനകത്ത് സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്തപ്പോഴത്തേനും എന്താണ് ക്രിയേറ്റ് ചെയ്തത്, ജസ്റ്റിസ് ഫോർ വൾണറബിൾ സെക്ഷൻ ഓഫ് സൊസൈറ്റി, ദാറ്റ് ഈസ് ട്രാൻസ്ജെൻഡേഴ്സ്. അവർക്ക് ഒരു നമ്മൾ എല്ലാവർക്കും ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡെമോക്രസിയുടെ ഒരു വാല്യൂ. അത് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ഉള്ളതുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്. ദെൻ എൻഷുർസ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് ഡെമോക്രസിയുടെ അടുത്തൊരു വാല്യൂ എന്താ, എൻഷുർസ് ഹ്യൂമൻ റൈറ്റ്സ്. ഹ്യൂമൻ റൈറ്റ്സ് കറക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷൻ ഇന്ത്യയിൽ ഉണ്ടാവും. അതിന് നമ്മൾ എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട്. എന്ത്, കോർട്ട് ആസ്കിങ് ഗവൺമെന്റ് ടു പ്രൊവൈഡ് റിലീഫ് ഫോർ ഹോംലെസ് പീപ്പിൾ ഇൻ PUDR കേസ്. നമ്മൾ ആ കേസും പറയുന്നുണ്ട്. PUDR കേസിൽ ഡൽഹി ഗവൺമെന്റിനോട് പറയുന്നുണ്ട്, കോർട്ട് പറയുന്നുണ്ട് ഹോംലെസ് പീപ്പിളിന് വിന്ററിന്റെ സമയത്ത് ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ദെൻ പ്രൊട്ടക്ഷൻ ഫ്രം പോലീസ് സ്റ്റേറ്റ്. ഈ പോലീസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന്റെ കാര്യം മാത്രമല്ല, എക്സിക്യൂട്ടീവ്സിന്റെ നമ്മുടെ ജനങ്ങളെ അടിച്ചമർത്താൻ പാടില്ല. അത് ഇൻഡിപെൻഡൻസ് ജുഡീഷ്യറി ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഫോർ എക്സാമ്പിൾ ഇൻ പ്രിസണേഴ്സ് കേസ് SC പുട്ട് ഹേബിയസ് കോർപ്പസ് ആൻഡ് ആർട്ടിക്കിൾ 71 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്താ ചെയ്തേ, ഹേബിയസ് കോർപ്പസിന്റെ ആ റിറ്റിന്റെ ആ ഒരു വലക അത് വലുതാക്കി, വിച്ച് ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ദാറ്റ് ആർട്ടിക്കിൾ 21 ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഈവൻ ഇൻ പ്രിസണേഴ്സിന്റെ കേസിൽ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സഹായിച്ചു. സോ അതാണ് ഇവിടെ പറയുന്നത്, ഹൗ പ്രൊട്ടക്ഷൻ ഫ്രം പോലീസ് സ്റ്റേറ്റ് ഹാപ്പൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ദെൻ എൻഷുറിംഗ്, നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞ പോലെ വാല്യൂഡേഷന് വേണ്ടിയിട്ട് ഹൗ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഹെൽപ്സ് ഇൻ എൻഷുറിംഗ് ജസ്റ്റിസ്. നമ്മൾ കുറച്ച് കേസ് സ്റ്റഡി വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. എല്ലാ പോയിന്റ്സിനും നമ്മൾ എക്സാമ്പിളും കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് ഹൗ in India constitutional guarantees provided for judicial independence. അതെന്തൊക്കെയാ പറയുന്നത്, ആർട്ടിക്കിൾ 50 DPSP-ക്കകത്ത് which separates judiciary from executive. അതൊരു കാര്യം. രണ്ടാമത്തത് പവേഴ്സ് അണ്ടർ ആർട്ടിക്കിൾ 142, ആർട്ടിക്കിൾ 32, പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, റിവൈസ്ഡ് ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ. ഇതൊക്കെ വെച്ചിട്ട് എന്താ ചെയ്തേ, കോൺസ്റ്റിറ്റ്യൂഷനെ കുറച്ചുകൂടെ വലുതാക്കി. ലൈക്ക് എൻഷുറിംഗ് ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ, ആഡിങ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ ടു ഇറ്റ്. സോ അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആക്കാനായിട്ട് ഈ പവർ വെച്ചിട്ടാണ് സുപ്രീം കോർട്ടിന് പറ്റിയത്. അപ്പൊ ഇതുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, ഹൗ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി വിൽ ഹെൽപ്പ് ഇൻ എൻഷുറിംഗ് ഡെമോക്രസി. നമ്മൾ എന്നിട്ട് അത് കൺക്ലൂഡ് ചെയ്യാണ്. കൺക്ലൂഷൻ അതും ചെറിയൊരു വാല്യൂഡേഷൻ കൊടുക്കാം. സോ കോൺസ്റ്റിറ്റ്യൂഷണലി ഗ്യാരണ്ടീഡ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ് ഹാഡ് പ്രൊട്ടക്റ്റഡ് ഇന്ത്യ ഫ്രം ആൻ overdeveloped state
അൺലൈക്ക് ദ കേസ് ഓഫ് പാകിസ്ഥാൻ ആൻഡ് മ്യാൻമാർ. ഈ ഓവർ ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാക്കി എല്ലാത്തിനേക്കാളും മുകളിൽ വരുന്നു, നമ്മുടെ എക്കണോമിയിലും നമ്മുടെ സൊസൈറ്റിയിലും എല്ലാത്തിനും മുകളിൽ വരുന്നതാണ്. അത് ഇന്ത്യയിൽ കാണുന്നില്ല. കാരണം എന്താ, ഇന്ത്യയിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. പക്ഷെ മ്യാൻമറിലും പാകിസ്ഥാനിലും ആ പ്രശ്നമുണ്ട്. സോ നമ്മൾ അവിടെയും ഓവർ ഡെവലപ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിട്ട് വാല്യുവേഷൻ കൊടുക്കുകയാണ് കൺക്ലൂഷനകത്ത്. സോ ഇതൊരു ഹോളിസ്റ്റിക് ആൻസർ ആവാനായിട്ട് സാധിച്ചു നമ്മളെ. പ്രിലിംസ് നമുക്കറിയാലോ, ഇനിയിപ്പോൾ ദർ ആർ 60+ ഡേയ്സ് ഫോർ ദ പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസിൽ പാർവതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ പ്രിലിംസിന്റെ ഒരു സ്ട്രാറ്റജി, അതായത് പാർവതിനെ റിസൾട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആ ഒരു പ്രിലിം സ്ട്രാറ്റജി എന്തായിരുന്നു? ഞാൻ ഗാലന്റിന്റെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് ആണ് ഫോളോ ചെയ്തത്. അപ്പൊ അതിന് വ്യക്തമായിട്ടുള്ള സിലബസ് ഉണ്ട്. ആ സിലബസ് വെച്ച് ആ സൺഡേ എക്സാം വരുമ്പോഴത്തേക്ക് അത് പഠിച്ചു തീർക്കുക എന്നുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് ഫോളോ ചെയ്തത്. പിന്നീട് പ്രിലിംസ് അടുത്തപ്പോഴത്തേക്ക് ഒരു ടെസ്റ്റ് സീരീസിലേക്ക് മാത്രം ചുരുങ്ങാതെ മൾട്ടിപ്പിൾ അക്കാഡമീസിന്റെ ടെസ്റ്റ് സീരീസ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ചെയ്ത് ഡിസ്കസ് ചെയ്താണ് പഠിച്ചത്. Then second question, who are entitled to receive free legal aid? Access role of NALSA in rendering free legal aid in India. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷനിൽ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റിനിൽ പോലെ നമ്മൾ വീണ്ടും വാല്യൂഡേഷൻ കൊടുത്തു. അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ A39A സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു എൻഷ്യൂർ ആക്സസ് ടു ജസ്റ്റിസ് ഫോർ ഓൾ സിറ്റിസൺസ്. അപ്പൊ നമ്മൾ DPSP ഒരു കോൺസെപ്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ദാറ്റ് സ്റ്റേറ്റ് ഈസ് പ്രൊവൈഡിങ് ജസ്റ്റിസ് ഫോർ ഓൾ ബൈ ഫ്രീ ലീഗൽ എയ്ഡ്, അത് നമ്മൾ കൊണ്ടുവന്നു. പിന്നെ ആ ഫസ്റ്റ് പാർട്ട് എന്താണ്, ഹു ആർ എൻറ്റൈറ്റിൽ ടു റിസീവ് ഫ്രീ ലീഗൽ എയ്ഡ്, അത് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. നമ്മൾ എല്ലാവരെയും കാര്യം എഴുതാൻ പറ്റില്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു വേറൊരു സാധാരണ പോയിന്റിന് എഴുതുന്നതിന് പകരം ഇത് കുറച്ച് എഴുതാനുള്ളൂ. സോ നമ്മളത് ഒരു എന്താ ഒരു ഡയഗ്രാം പോലെ വരച്ചിട്ട് ചെയ്യുവാണ്. സം സ്പെസിഫിക് കാറ്റഗറി ഹു സീക്ക് ഫ്രീ ലീഗൽ എയ്ഡ്: വുമൺ ആൻഡ് ചിൽഡ്രൻ, ഓൾഡ് ഏജ് പീപ്പിൾ, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ, LGBTQ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സെക്സ് വർക്കേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞാൽ സെക്കൻഡ് പാർട്ട്, റോൾ ഓഫ് നൽസ ഇൻ റെൻഡറിങ് ഫ്രീ ലീഗൽ എയ്ഡ് ഇൻ ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ പോയിന്റ് എഴുതുന്നത്, ഹൗ സ്റ്റാറ്റ്യൂട്ടറി പ്രൊട്ടക്ഷൻ വെച്ചിട്ട് ഹൗ നൽസ ഹാസ് ദി അതോറിറ്റി ടു എൻഷ്യൂർ ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പൊ നമ്മൾ ആ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് 1987 ഹെൽപ്സ് നൽസ ടു ഹാവ് ഹയർ അതോറിറ്റി ടു എൻഷ്യൂർ ഫ്രീ ലീഗൽ എയ്ഡ്. അതൊന്ന്. പിന്നെ എങ്ങനെയാണ് അടുത്ത റോൾ എന്താ, എനേബിളിംഗ് ലോക് അദാലത്ത്. ലോക് അദാലത്ത് വഴിയിട്ട് നൽസ ക്യാൻ എൻഷ്യൂർ ദാറ്റ് ദർ ഇസ് ഫ്രീ ആസ് വെൽ ആസ് ഫാസ്റ്റർ ജസ്റ്റിസ്. അങ്ങനെ ഏകദേശം ഒരു 6.6 lakhs കേസ് ആസ് ഓഫ് നൗ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ലീഗൽ സർവീസ് മൊബൈൽ ആപ്പ് എൻഷ്യൂർ ടെക്നോളജി ഇൻ എൻഷ്യൂറിംഗ് ഫ്രീ ലീഗൽ എയ്ഡ്. അപ്പോൾ നൽസ ഇതും കൺട്രോൾ ചെയ്യുന്നുണ്ട്, ഫ്രീ ലീഗൽ ആപ്പ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വേറെ രീതിയിൽ എഴുതാം, ഹൗ ടെക്നോളജിക്കൽ പ്രൊവിഷൻസ് ഇൻ എൻഷ്യൂറിംഗ് ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം, ലീഗൽ സർവീസ് മൊബൈൽ ആപ്പ് ബൈ നൽസ. അടുത്ത എങ്ങനെയാണ് നൽസ പ്രൊവൈഡ് ചെയ്യുന്നത് ലീഗൽ എയ്ഡ്, ഫ്രീ ലീഗൽ എയ്ഡ്? പ്രൊട്ടക്ടിങ് വൾണറബിൾ ഗ്രൂപ്പ്, റോൾ ഓഫ് നൽസ ഇൻ എൻഷ്യൂറിംഗ് ജസ്റ്റിസ് ടു LGBTQI കമ്മ്യൂണിറ്റി ഇൻ ഈ സീൻ ഇൻ നവജോത് ജോഹർ കേസിനകത്ത് ഇവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. അതുകൂടാണ്ട് ഇപ്പൊ റീസെന്റ് നാഷണൽ ട്രാൻസ്ജെൻഡർ കൗൺസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തും നൽസയുടെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. റീഹാബിലിറ്റേഷൻ എഫേർട്സ്, ഹൗ നൽസ റീഹാബിലിറ്റേഷൻ എഫേർട്ട് വഴിയും ഫ്രീ ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെ ജയിലിലൊക്കെയാണ് അത് കൂടുതലും കാണുന്നത്. ഈ പൂജപ്പുര ജയിലിൽ തന്നെ ഈ ജയിൽ വാർഡൻസ് ആയിട്ടും പിന്നെ അവിടുത്തെ ഓഫീസേഴ്സ് ആയിട്ടൊക്കെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവരെ റീഹാബിലിറ്റേഷൻ പിന്നെ അവർക്ക് ബെയിലും അതൊക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഇവർ സഹായിക്കുന്നുണ്ട്. സോ അതാണ് പറയുന്നത്. പിന്നെ ഇത് നമ്മൾ റോൾ ഓഫ് നൽസ എന്ന് പറയാൻ നേരം നമുക്ക് അതിനകത്ത് ഒരു നമ്മുടെ ആൻസർ കുറച്ചുകൂടെ ഒരു ഹോളിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഓഫ് നൽസ, എന്താണ് നൽസ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹോളിസ്റ്റിക് ആകാം. ലാക്ക് ഓഫ് ലീഗൽ ഓഫീസേഴ്സ്, അവർക്ക് കൂടുതലായിട്ട് ശമ്പളം ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവരാരും അധികം വർക്കേഴ്സ് ഇല്ല. അപ്പോൾ ഈ ഏകദേശം ഒരു 50 or 60 crore പീപ്പിളിനെ സെർവ് ചെയ്യാനുള്ള മെമ്പേഴ്സ് ഇവർക്കില്ല. ദെൻ ലാക്ക് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഫണ്ട്സ്, ഫണ്ട് ഇല്ലാത്തതിന്റെ പ്രശ്നത്തിന്റെ കാര്യം കൊണ്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ടെക്നോളജിക്കൽ പ്രൊവിഷൻസ് ഇല്ലേ, ലീഗൽ ആപ്പ് ഒക്കെ, അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നത്. ദർ ആർ ലോട്ട് ഓഫ് ഗ്ലിഞ്ചസ് ഇൻ ദർ ആപ്പ്. പിന്നെ ലാക്ക് ഓഫ് അവയർനെസ്, ഈ സിവിൽ സർവീസ് പഠിക്കുന്ന പിള്ളേർക്ക് അല്ലാണ്ട് പിന്നെ കുറച്ച് പൊളിറ്റീഷ്യൻസോ അതുകൂടാണ്ട് ലീഗൽ വർക്കേഴ്സിന് മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. സാധാരണ ഇപ്പോൾ ഫ്രീ ലീഗൽ എയ്ഡ് കിട്ടാൻ ആഗ്രഹമുള്ള അഥവാ ഇവരെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. സോ അതൊരു ബിഗ് ഇഷ്യൂ ആണ്. പിന്നെ ഇതിനകത്ത് കൺക്ലൂഷൻ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വാല്യൂഡേഷൻ ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വാല്യൂഡേഷൻ ചെയ്യണത് എങ്ങനെയാ ഈ കൺക്ലൂഷനകത്ത്, വാട്ട് ആർ ദി ഇംപ്രൂവ്മെന്റ്സ് ദാറ്റ് ക്യാൻ ബി മെയ്ഡ് ഇൻ നൽസ ടു എൻഷ്യൂർ ദാറ്റ് ദർ ഇസ് പ്രോപ്പർ ജസ്റ്റിസ് ഫോർ ഓൾ ബൈ ക്രിയേറ്റിംഗ് ലീഗൽ എയ്ഡ്. അതാണ് നമ്മൾ ഇത് കൊടുക്കാൻ പോണേ. ബൈ മോർ ബഡ്ജറ്റ് ആൻഡ് എക്സ്പെർട്ട് ഹെൽപ്പ് ഫോർ ദ റിവൈവൽ ഓഫ് നൽസ along with awareness campaign about NALSA will help in
fulfilling constitutional promise and ensuring വികസിത് ടു ലാസ്റ്റ് മൈൽ ഓഫ് ഇന്ത്യ. സോ ഇതൊക്കെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്താലാണ് വികസിത് ഭാരത് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഗ്യാരണ്ടീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തതും കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ് കൊടുത്ത ഗ്യാരണ്ടീസ് ഒക്കെ കൊടുക്കാനായിട്ട് വരുള്ളൂ. സോ ഇങ്ങനെയൊക്കെ ഒരു ഹോളിസ്റ്റിക് ആൻസർ ചെയ്താൽ നമ്മൾ ആദ്യം എന്തെഴുതി, ആർക്കൊക്കെ പ്രൊവൈഡ് ചെയ്യാം, എങ്ങനെയാണ് നൽസ ഫ്രീ ലീഗൽ എയ്ഡ് കൊടുക്കുന്നതെന്ന് എഴുതി, എങ്ങനെയാണ് നൽസയുടെ പ്രോബ്ലംസ് എഴുതി, ഇനി എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. ഇതൊരു ഹോളിസ്റ്റിക് ആൻസർ ആണ്. സോ ദിസ് ഇസ് one way of writing GS2 paper. So I hope you enjoyed it all. Thank you.